ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നഹ്മദുല്ലാഹി വനസ്സല്ലി വനസ്സല്ലിമു അലാ റസൂലില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൻ്റെ അനുബന്ധമായി പറയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ വിധിവിശ്വാസം. ദൈവവിശ്വാസത്തിൻ്റെ അനിവാര്യമായ ഒരു കാര്യമാണ് വിധി. സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാം നിർണിതമാണ്, നിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റോളും ഈ പ്രപഞ്ചത്തിലില്ല. മാത്രമല്ല, നമ്മുടെ നന്മ തിന്മകൾ, നമ്മുടെ വിജയപരാജയമെല്ലാം നിശ്ചിതമാണെന്നിരിക്കെ നാം അതിനുവേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നത് വ്യർത്ഥമാണ്, വൃഥാവിലാണ് എന്ന് സാധാരണ പറയാറുണ്ട്. കൂടാതെ എന്ത് സംഭവിച്ചാലും വിധി എന്ന് നമ്മളതിനെ പറയും. അതൊക്കെ വിധിയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ് വിധി എന്ന് പറയുന്നത്? നമ്മൾ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഖദാ, ഖദർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ലോകത്ത് ഒരു സൃഷ്ടി എന്ന നിലക്ക് നമുക്ക് വല്ല റോളുണ്ടോ? വിധിവിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതായിട്ടാണ് നമ്മൾ എണ്ണുന്നത്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ചാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, മുർസലീങ്ങളിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം എന്നിങ്ങനെയാണ് അഹ്ലുസുന്നയുടെ അഖീദ എണ്ണുന്നത്. അത് അഹ്ലുബൈത്തിൻ്റെ അല്ലെങ്കിൽ തശയ്യുഇൻ്റെ ഒരു ശൈലിയിലേക്ക് വരുമ്പോൾ ആറാമത്തത് അദ്ലിലുള്ള വിശ്വാസമാണ്, അള്ളാഹുവിൻ്റെ നീതിയിലുള്ള വിശ്വാസമാണ്. അവിടെ ഖദർ നഷ്ടപ്പെടുകയും നീതി വരികയും ചെയ്യും. അത് തിയോളജികൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ അഹ്ലുസുന്നത്തിൽ തന്നെ രണ്ട് ധാരകളുണ്ട്. ഒന്ന് മാതുരീദി, മറ്റൊന്ന് അശരി. അശരികളാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഏതാണ്ട് മിക്ക ആളുകളും അശരികളാണ്. അശരികൾ എന്ന് പറയുന്നത് ദൈവത്തെ ഒരു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ, ഒരു ആളത്വം നൽകി വിശദീകരിച്ചിട്ടുള്ള ഒരു തിയോളജി ഭാഗമാണ് അശരികൾ. മാത്രമല്ല, വളരെ തീവ്ര സ്വഭാവത്തിലുള്ള ചിന്താഗതിയുമാണ് അവർക്ക്. ഈ അക്ഷറൈറ്റ് എന്ന് പറയുന്ന ചിന്താധാരയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ സുന്നി തീവ്രതയുടെ ആധാരമായി വർത്തിക്കുന്നത്, വഹാബിസം ഉൾപ്പെടെയുള്ള. മാതുരീദി അല്പം കൂടി വിശാലമെന്ന് പറഞ്ഞുകൂടാ, അതിനകത്ത് വിശാലമായ ചിന്താഗതിയുള്ളവരാണ്. അതുകൂടാതെ തന്നെ ഇപ്പം അശ്അരി, മാതുരീദി കൂടാതെ അഹ്ലുസുന്നയുടെ ഉള്ളിൽ മറ്റ് ചില തിയോളജി അന്തർധാരകൾ ഉണ്ട്. ഇപ്പോൾ ഒമാനികൾ ഇത് രണ്ടും അംഗീകരിക്കാത്തവരാണ്. അവർക്ക് അവരുടേതായ ഒരു അഖീദയുണ്ട്. സൂഫികൾക്ക് ഈ അഖീദകൾ അല്ല ഉള്ളത്. അവരുടെ അഖീദയും അവരുടെ വഴിയൊക്കെ വ്യത്യസ്തമാണ്. ഇനി തശയ്യുഇലേക്ക്, ഷിഈസത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഷിഈസത്തിൽ ഒരു ധാരയാണ് വിശ്വാസപരമായിട്ടുള്ളത്. അത് അഹ്ലുസുന്നയുടെ ധാരയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ ദൈവസങ്കല്പത്തിൽ പോലും വ്യത്യാസമുണ്ട്. പിന്നെ ഈ സുന്നികൾ തജസ്സുമികളെന്ന് പറയും. തജസ്സുമികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട് എന്നിങ്ങനെ ദൈവത്തിന് അംഗങ്ങൾ അല്ലെങ്കിൽ ആകാര ഭാഗങ്ങൾ സങ്കല്പിക്കുന്ന ഒരു വിഭാഗമാണ് ഈ അഹ്ലുസുന്നയിലുള്ള കൂടുതൽ ആളുകൾ. അപ്പോൾ ദൈവത്തിന് കൈ, ദൈവം കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കും. ഒരു ഹദീസിൽ കാണാം, രണ്ട് കൈകളും ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിക്കും. അതൊക്കെ ആലങ്കാരികമായ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവരതിൻ്റെ അക്ഷരത്തിൽ തന്നെ എടുക്കുകയും ദൈവത്തിന് വലിയ കൈകളുണ്ടെന്നും ആ കൈകളുടെ മുഴമൊക്കെ പറഞ്ഞാൽ എത്ര മുഴം കൈയാണെന്നൊക്കെ പറയും. ദൈവത്തിന് കാലുണ്ടെന്ന് പറയും, ദൈവത്തിന് കണ്ണുണ്ട്, മുഖമുണ്ടെന്നൊക്കെ പറയും.
അങ്ങനെ വിശദീകരിക്കുന്ന ഒരു ധാരയാണ്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് തശയ്യുഇൻ്റെ അക്കീദ എന്ന് പറയുന്നത്. അത് പറയാനല്ല ഞാനിത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഖദറിലുള്ള വിശ്വാസം. ഇത് എക്കാലവും മനുഷ്യൻ്റെ വലിയ പ്രശ്നമാണ്. ഒരുപക്ഷെ ദൈവശാസ്ത്രപരമായി ഞാൻ നേരിട്ടിട്ടുള്ള, സാധാരണക്കാരായ ആളുകളിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യം, എന്താണ് ഈ വിധി? പടച്ചോൻ നിശ്ചയിച്ചതാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എൻ്റെ ദാരിദ്ര്യം പടച്ചോൻ നിശ്ചയിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ പടച്ചോൻ എന്തിനാണ് അങ്ങനെ നിശ്ചയിച്ചത്? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ ഖദറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. നമുക്കറിയാം, ചില കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് രോഗികളായിട്ടാണ്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പിന്നെ വിധി എന്ന ഒരു ഗണത്തിലാണോ പെടുത്തേണ്ടത്? അതല്ല അതിന് മറ്റ് വല്ല വിശദീകരണങ്ങളും ഉണ്ടോ? അതുപോലെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ആകെ കുഴമറിച്ചിലുകളുണ്ടാകും. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹു സൃഷ്ടാവാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. സൃഷ്ടാവെന്ന് പറഞ്ഞാൽ അള്ളാഹു അവനിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അറിയാം. അറിവ് എന്ന തലത്തിൽ അറിയാം എന്ന് വെച്ചാൽ സൂക്ഷ്മമായ അറിവറിയാം. ഇപ്പോൾ ഞാൻ ഈ മൈക്ക് കാണുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഈ മൈക്ക് കാണുന്നത് ഈ മൈക്കിൻ്റെ ബാഹ്യമായ ആകാര സ്വഭാവത്തിലാണ്. അപ്പോൾ എൻ്റെ അറിവെന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും ബാഹ്യമായ സ്വഭാവത്തിലാണ്. അള്ളാഹുവിൻ്റെ അറിവ് അങ്ങനെയല്ല. ഇത് ഇങ്ങനെയായി തീരുന്നതിന് മുമ്പ് ഏതൊക്കെ അവസ്ഥാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ ഓരോന്നും, അത് മുഴുവനും, ഇനി വരുന്നതും ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിൻ്റെ സകല കാര്യങ്ങളും അതിൻ്റെ സൂക്ഷ്മമായ തലത്തിൽ എല്ലാം അറിയുന്നവനാണ് ദൈവം. സർവജ്ഞനാണ്. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും ഒഴിവായി പോകുന്നില്ല. എല്ലാം അവൻ്റെ അറിവിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അറിവെന്ന തലത്തിൽ അത് ശരിയാണ്. എന്നാൽ അപ്പോൾ ഞാൻ വിജയിക്കുമോ പരാജയപ്പെടുമോ? ഞാൻ ധനികനാകുമോ ദരിദ്രനാകുമോ? ഞാൻ എന്നാണ് മരിക്കുന്നത്? ഞാൻ എപ്പോഴാണ് ജനിക്കുന്നത്? എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കും? എൻ്റെ മക്കൾ ആരായിരിക്കും? ഇതൊക്കെ അറിവെന്ന തലത്തിൽ ദൈവത്തിനറിയാം, അറിയണമല്ലോ. പക്ഷേ ഈ അറിവ് അവൻ്റെ അറിവിൽ പരിമിതമാണ്. നമ്മുടെ വിജയപരാജയങ്ങൾ നമ്മുടെ കർമ്മത്തിൽ മാത്രം ആശ്രയിക്കുന്നതുമാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഒരു ക്ലാസ് നടക്കുന്നു. ആ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെന്ന് വെക്കുക. നല്ല പ്രഗത്ഭനായ അധ്യാപകനാണ് പഠിപ്പിക്കുന്നത്. അയാൾ നന്നായിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഒരു ദിവസം ഹെഡ് മാസ്റ്റർ പറയുന്നു, നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എല്ലാ വിവരങ്ങളും എനിക്ക് വേണം. ആ കുട്ടികളിൽ പാസ്സാകുന്നവരെത്ര, തോക്കുന്നവരെത്ര, കുട്ടികളുടെ IQ, അവരുടെ EQ എല്ലാം എനിക്ക് വേണമെന്ന് പറയുന്നു. ഈ അധ്യാപകൻ ഈ കുട്ടികളെക്കുറിച്ച് കംപ്ലീറ്റ് വിവരങ്ങളും അറിയാം. ആ കുട്ടികളുടെ കുടുംബ വിവരങ്ങൾ അറിയാം, അവരുടെ നിലവാരം അറിയാം, കംപ്ലീറ്റ് ആ ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇയാൾക്കറിയാം. അത്രയും പ്രഗത്ഭനാണ്. അങ്ങനെ അധ്യാപകൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. 40 കുട്ടികളിൽ 25 കുട്ടികൾ പാസ്സാവും, 5 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകും, 10 കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും, ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് പാസ് ആയിരിക്കും, 15 കുട്ടികൾ തോക്കും. അതാരൊക്കെയാണെന്നൊക്കെ മാഷ് എഴുതി കൊടുത്തു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ കൃത്യം മാഷ് പറഞ്ഞതുപോലെ 15 കുട്ടികൾ തോറ്റു, 5 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, 10 കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് പാസ്സാണ്. എല്ലാം മാഷ് പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിൽ തോറ്റൊരു കുട്ടി വന്നിട്ട് മാഷോട് പറയുന്നു, മാഷേ ഞാൻ തോക്കുമെന്ന് മാഷ്ക്ക് അറിയായിരുന്നോ? എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്. ശരിയാണോ അങ്ങനെ പറയുന്നത്? അല്ലല്ലോ. ഇയാളുടെ അറിവ് ശരിയാണ്, പക്ഷെ കുട്ടി തോറ്റത് എന്തുകൊണ്ടാണ്? കുട്ടിയുടെ കയ്യിലിരിപ്പുണ്ടാ. ഇതാണ് വിധിവിശ്വാസത്തെ നാം കണക്കാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവത്തിനറിയാം. അവൻ്റെ അറിവിൽ നിന്നൊന്നും ഒഴിവായി പോകുന്നില്ല. പക്ഷേ നമ്മുടെ വിജയപരാജയങ്ങൾ, നമ്മുടെ മോക്ഷവും നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളുമെല്ലാം നമ്മുടെ കർമ്മഫലം കൊണ്ടുണ്ടാകുന്നതാണ്. ഈ കർമ്മഫലം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ചോദിക്കാം, ഞാൻ അനുഭവിക്കുന്നതൊക്കെ എൻ്റെ കർമ്മഫലം അല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ അനുഭവിക്കുന്നു, ചെറിയ കുട്ടികൾ അനുഭവിക്കുന്നു. അവരെന്ത് കർമ്മമാണ് ചെയ്തത്? അവർ ചെയ്യുന്നതൊന്നും അവരനുഭവിക്കുന്ന അവരുടെ പ്രവർത്തന ഫലമല്ലല്ലോ. അപ്പം മുജ്ജന്മമുണ്ടോ? പണ്ട് കാലത്തെ ജന്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്? അതൊന്നുമല്ല.
മറിച്ച് നമ്മൾ അറിയേണ്ടത് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അത് പ്രവാചകൻ വളരെ മനോഹരമായി പറഞ്ഞു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. മറ്റൊരു ഹദീസിൽ പറയുന്നു, കൽ ജസദിൽ വാഹിദ്, മനുഷ്യ സമൂഹം ഒരു ശരീരം പോലെയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, കാലിന് മുള്ളു തറച്ചാൽ തല വേദനിക്കും, പനിച്ചാൽ ശരീരമാസകലം അതിൽ പങ്കുചേരും. ഇതുപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ശരീരമായി സങ്കല്പിക്കുക, നമ്മളൊക്കെ അതിലെ ഓരോ കോശങ്ങളായി സങ്കല്പിക്കുക. അപ്പോൾ മനുഷ്യ സമൂഹത്തിൽ മൊത്തം ബാധിക്കുന്നതെല്ലാം നമ്മളെയും ബാധിക്കും, ഓരോരുത്തരെയും ബാധിക്കും. ഇത് മൃഗങ്ങൾക്ക് ബാധകമല്ല. ഒരു കുറുക്കൻ വല്ലയിടത്തും വല്ലതും ചെയ്താൽ മറ്റൊരു കുറുക്കൻ അത് ബാധിക്കൂല. ഒരാന വല്ലയിടത്തും വല്ലതും ചെയ്താൽ മറ്റാനകളെ അത് ബാധിക്കൂല. ഇത് മനുഷ്യനെ മാത്രം ബാധിക്കുന്ന സംഗതിയാണ്. കാരണം മനുഷ്യൻ സോഷ്യൽ അനിമലാണ്, അവൻ സാമൂഹ്യ ജീവിയാണ്, അവൻ ഒരു ശരീരം പോലെയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് മറ്റു മനുഷ്യരെ ബാധിക്കും. ഞാൻ പ്രവർത്തിച്ചാൽ യൂറോപ്പിലുള്ള ആഫ്രിക്കയിലുള്ള മനുഷ്യനെ അത് ബാധിക്കും. അവിടെയുള്ള ഒരാൾ പ്രവർത്തിച്ചാൽ എന്നെ ബാധിക്കും. കാരണം ഇത് ഈ സാകല്യത്തിലാണ് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഒറ്റ ശരീരമായി പരിഗണിക്കപ്പെടണം. ആര് ചെയ്താലും മറ്റുള്ളവരെ അത് ബാധിക്കുമെന്ന ഓർമ്മ വേണം. അതുകൊണ്ടാണ് മനുഷ്യന് ഏറ്റവും കടപ്പാട് സൊസൈറ്റിയോടാണ് എന്ന് പറയുന്നത്. സമൂഹത്തോടാണ് നമുക്ക് കടപ്പാടുള്ളത്. സാമൂഹ്യ വിരുദ്ധത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ക്രൈമായി തീരുന്നത് അപ്പോഴാണ്. ഞാൻ ഇൻഡിവിജ്വൽ അല്ല, ഇൻഡിവിജ്വലാണ്, ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പക്ഷേ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി എവിടം വരെയാണെന്ന് ചോദിച്ചാൽ അത് സമൂഹവുമായി ബന്ധപ്പെടുന്ന കാലത്തോളം. നിങ്ങളൊരു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഈ സമൂഹത്തെ നിങ്ങൾ നശിപ്പിക്കുന്നു. നിങ്ങൾ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെടുത്തുമ്പോൾ ഈ സമൂഹത്തെ നിങ്ങൾ ക്ഷാമത്തിലേക്ക് അല്ലെങ്കിൽ വരൾച്ചയിലേക്ക് തള്ളിവിടുന്നു. നിങ്ങൾ മാലിന്യം വലിച്ചെറിയുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന് രോഗങ്ങൾ സമ്മാനിക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും, അതുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ പരലോകത്താണ് വിചാരണ ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. പരലോകത്താണ് വിചാരണ ചെയ്യപ്പെടുക എന്ന് ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ അക്കൗണ്ട് ക്ലോസ് ആവണമെങ്കിൽ ഈ ലോകം ഇല്ലാതാവണം. ഇത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ മൊത്തം ഭാഗമാണ്. അപ്പം ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ പ്രവർത്തനം നിലക്കുന്നില്ല, ഒരാളുടെയും പ്രവർത്തനം നിലക്കുന്നില്ല. അതിൻ്റെ അനുരണനങ്ങൾ ആസാറഹും ഖദ്ദമു വ ആസാറഹും ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. പ്രവൃത്തികളുടെ അനുരണനങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കും. അപ്പോൾ ഞാൻ ഒരു നല്ല കാര്യം ഇവിടെ പറഞ്ഞു അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ ഞാനൊരു മരം നട്ടു. ആ മരത്തിൻ്റെ വിത്തുകൾ ഏതൊക്കെ ഭാഗങ്ങളിൽ കിളികൾ കൊണ്ടുപോയി വിതറുന്നുവോ, അവിടെയൊക്കെ ഏതേതൊക്കെ മരങ്ങൾ മുളയ്ക്കുന്നുവോ, ആ മരങ്ങളിൽ നിന്നൊക്കെ ഏതേതൊക്കെ കിളികൾ ഭക്ഷിക്കുന്നുവോ, അപ്പോൾ അതൊക്കെ എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മരണത്തോടെ അയാളുടെ പ്രവൃത്തികൾ നിലക്കുന്നില്ല. പ്രവൃത്തികൾ ഇങ്ങനെ അനുസ്യൂതം തുടരും. പ്രവൃത്തി എന്ന് പറയുന്നത് തട്ടിവിട്ട ഒരു പന്ത് പോലെയാണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും നിലക്കാത്ത പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാകുന്നത്. അത് സാമൂഹ്യ ജീവിയായതുകൊണ്ടാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ആ ഒരു സവിശേഷതയില്ല. കാരണം അവർ സമൂഹവുമായി ബന്ധിതമല്ല, അവർ തികച്ചും ഇൻഡിവിജ്വലാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ചെയിനാണ്, ഇതൊരു ചങ്ങലയാണ്. അപ്പം അതുകൊണ്ട് നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ പ്രവൃത്തികളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ 100, 150, 500 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനം 500 വർഷങ്ങൾക്ക് ശേഷം എന്നിൽ കണ്ടേക്കാം, നിങ്ങളിൽ കണ്ടേക്കാം. ഇത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊക്കില്ല. അത് മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലമാണ് എന്ന് പറയുന്നത് സ്റ്റിൽ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ എന്നല്ല, കഴിഞ്ഞുപോയ തലമുറകളുടെ പ്രവൃത്തികൾ മൂലമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ചോദിക്കുന്ന ആ ഒരു കവിതയിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ നാം ജീവിക്കുന്നു എന്ന് പറയുന്നത് നാം ഇനി വരുന്ന തലമുറകളെ ജീവിക്കാൻ അനുവദിക്കുന്നു എന്നുകൂടിയാണ്. അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് പഠിച്ചവനെ നമ്മളെ വിചാരണ ചെയ്യണം. ഖബറിൽ ശിക്ഷയില്ല എന്ന് നമ്മൾ പറയാൻ കാരണങ്ങളിൽ ഒന്നതാണ്. ഖബറിൽ ഒരു മനുഷ്യനെയും ശിക്ഷിക്കാൻ പറ്റില്ല, ഖബറിൽ വിചാരണ ചെയ്യാൻ പറ്റില്ല. കാരണം ഖബറിൽ അക്കൗണ്ട് ക്ലോസ് ആവുന്നില്ല. അക്കൗണ്ട് ക്ലോസ് ആകാതെ വിചാരണ നടക്കൂലല്ലോ. അക്കൗണ്ട് ക്ലോസ് ആകണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ നൈരന്തര്യം അവസാനിക്കണം.
ആ ഒഴുക്ക് അവസാനിക്കണം. അപ്പോഴേ അക്കൗണ്ട് ക്ലോസ് ആവുള്ളൂ, അപ്പോഴേ വിചാരണ ആരംഭിക്കാൻ പറ്റുള്ളൂ. അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴെങ്ങനെയാണ് അത് പരിശോധിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ഖബറിൽ ശിക്ഷയില്ലെന്നും ഖബറിൽ ചോദ്യമില്ലെന്നും ഖബറിൽ ശിക്ഷ അസാധ്യമാണെന്നും നമ്മൾ പറയുന്നത്. കാരണം മാ ഖദ്ദമൂ വ ആസാറഹും എന്നാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ നൈരന്തര്യം അത് അവസാനിക്കുമ്പോഴേ വിചാരണ സാധ്യമാകുള്ളൂ. അപ്പോൾ പരലോകത്ത് മാത്രമേ, ഈ ലോകം അവസാനിച്ച് നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും മുറിഞ്ഞ് നിന്നു പോയാൽ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യ സമൂഹത്തെ സാകല്യത്തിൽ കാണുക എന്നുള്ളതാണ്. അതൊരു കാലവുമായി മാത്രം ബന്ധപ്പെട്ടത് കൂടിയല്ല, കാലാതീതമാണ്. കാലാതീതം എന്നല്ല, പഴയകാലം, പൂർവ്വകാലവും ഇനി വരാനിരിക്കുന്ന കാലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാകല്യമാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. അതിനാൽ ആര് എന്ത് പ്രവർത്തിക്കുമ്പോഴും അത് അപരനെ ബാധിക്കും. ഇതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണം എന്ന് പറയുന്നത് അപരനെ ഓർക്കാതെയുള്ള ഒരു കർമ്മം ക്രിമിനൽ കുറ്റമാണ് എന്ന അർത്ഥത്തിലാണ്. മാത്രമല്ല, അന്യനല്ലലുണ്ടാക്കുന്ന ജോലി വിരോധി ഓർത്തിടണം എന്ന് ഗുരു പറയുന്നുണ്ട്. അന്യനല്ലലുണ്ടാക്കുന്ന ജോലി, ഞാൻ ചാരായം വാറ്റുന്നവനാണെങ്കിൽ ഈ ചാരായം വാറ്റുന്നത് മൂലം ഇവിടെ സംഭവിക്കുന്ന, എനിക്ക് വ്യക്തിപരമായി ലാഭം ഉണ്ടാകുമ്പോഴും സമൂഹത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളെയാണ് ഓർത്തുകൊണ്ടാണ് അത് ക്രിമിനൽ കുറ്റമാക്കുന്നത്. ലഹരി വിൽക്കുന്നു, MDMA വിൽക്കുന്നു. MDMA വിൽക്കുമ്പോൾ എനിക്ക് വലിയ ലാഭം കിട്ടും. പക്ഷേ എനിക്ക് കിട്ടുന്ന ലാഭം അല്ല, മറിച്ച് സമൂഹത്തിന് അതുണ്ടാക്കുന്ന ദോഷത്തെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അത് ക്രിമിനൽ കുറ്റമായി തീരുന്നത്. അപ്പോൾ ഏതൊരു സംഗതിയും വ്യക്തിപരമായ ലാഭത്തെയല്ല കണക്കാക്കുന്നത്. നമ്മൾ കുറ്റകൃത്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കതറിയാം. കുറ്റകൃത്യങ്ങളിൽ പലതും വ്യക്തിപരമായി നേട്ടം ഉണ്ടാകുന്നതാണ് പല ക്രിമിനൽ കുറ്റകൃത്യങ്ങളും. പക്ഷേ അത് എന്തുകൊണ്ടാണ് ക്രിമിനൽ ആവുന്നതെന്ന് ചോദിച്ചാൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. സമൂഹത്തെ കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് രോഗമുണ്ടാകുന്നു? 10,000-കണക്കിന് വർഷം മനുഷ്യന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അംഗവൈകല്യം ഉണ്ടായത്. ഇപ്പോഴും ഇല്ലല്ലോ. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കാട്ടിൽ നമ്മൾ പോയി നോക്കിയാൽ മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളിൽ കാണാം. പക്ഷേ മൃഗങ്ങളിൽ, കാട്ടിൽ പോയാൽ ഒരു അംഗവൈകല്യമുള്ള ഒരു മൃഗത്തെ കാണാൻ സാധ്യമല്ല. കാട്ടിൽ പോയാൽ ഏതെങ്കിലും തരത്തിൽ സാധാരണയിൽ വ്യത്യസ്തമായത് കാണാൻ കഴിയില്ല. നമ്മുടെ വീട്ടിലെ കോഴി ചിലപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാകും. കാരണം അത് മനുഷ്യനുമായിട്ട് ഇടപഴകുമ്പോൾ അങ്ങനെയാണ്. മനുഷ്യനുമായിട്ട് ഇടപഴകുന്ന ജീവികളിലാണ് ഉണ്ടാകുന്നത്, മനുഷ്യനിൽ ഉണ്ടാകുന്നത് പോലെ. ഇത് മനുഷ്യൻ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ സാകല്യത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഓരോ വ്യക്തിയെയും ബാധിക്കും എന്നുള്ളതാണ്. അത് പരിണാമദശയെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യക്കാർ കുറിയവരായി തീർന്നത്? എന്തുകൊണ്ടാണ് യൂറോപ്യർ 6 അടിക്ക് മേൽ ഹൈറ്റുള്ളവരായി തീർന്നത്? എന്തുകൊണ്ടാണ് ആഫ്രിക്കൻസ് കറുത്തവരായി മാറിയത് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. എങ്ങനെയാണ് ഒരു സമൂഹം ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നത് എന്ന്. നരവംശാസ്ത്രത്തിൽ നമുക്ക് ഇത് വലിയ ഒരു പാഠ്യവിഷയം തന്നെയാണ്. ഇപ്പോൾ സർക്കസിൽ നിങ്ങൾക്ക് ചെറിയ ഈ ജോക്കർമാരെ കാണാം. ജോക്കർമാർ അങ്ങനെ വളർത്തപ്പെടുന്നവരാണ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ, ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ഭാഷ, ഞാൻ സംസാരിക്കുമ്പോൾ എന്നിൽ നിന്നുണ്ടാകുന്ന ശൈലി, ഇത് നൂറ്റാണ്ടുകളായിട്ട് തലമുറകളിലൂടെ കൈമാറി വന്ന് എനിക്ക് സിദ്ധിച്ചതാണ്. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെ സിദ്ധിച്ചതാണ്. അത് എൻ്റേത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. നാം ഉപയോഗിക്കുന്ന ഓരോ പദവും അങ്ങനെ തലമുറകളോളം ആഴമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനിയെ, വിധിയെ, ഖദറിനെ നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് അത് നിശ്ചിതമോ നിർണിതമോ ആയി പടച്ചാമ്പുരാൻ കൊടുത്തുവിട്ടതല്ലെന്നും അത് അള്ളാഹുവിൻ്റെ അറിവ് മാത്രമാണെന്നും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കർമ്മങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നുമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ എന്നല്ല, നാം ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തം കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നുണ്ട് എന്നും എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും ബാധിക്കുന്നുണ്ട് എന്നും നമ്മൾ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ ആഫ്രിക്കയിലുള്ള അജ്ഞാതരായ ഏതൊക്കെയോ മനുഷ്യരെ ബാധിക്കുന്നുണ്ട് എന്നും നമ്മൾ അറിയണം. അപ്പോൾ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമുക്ക് കൈയൊഴിയാൻ കഴിയുന്ന ഒരു സൂത്രമല്ല എന്നർത്ഥം. അങ്ങനെ പറഞ്ഞൊഴിവാകാൻ നമുക്ക് കഴിയില്ല. അത് ഒരു തലത്തിൽ നമുക്കത് പറയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ,
നമ്മുടെ നിസ്സഹായതയെ നമുക്ക് ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി എന്നുള്ള നിലക്ക് നമ്മൾ സാധാരണ നിലക്ക് ഉപയോഗിക്കാം. ഇത് സാധാരണ നിലക്കാണ്, അത് വസ്തുതയല്ല. ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളങ്ങ് മരിച്ചുപോയി. അപ്പം നമുക്ക് അയാളെ സമാധാനിപ്പിക്കാൻ നമുക്ക് എന്ത് പറയാം? അതൊക്കെ വിധിയാണ് എന്ന് പറയാം. അത് വിധിയാണോ? അത് വിധിയല്ല. അത് ഏതോ ഒരു അശ്രദ്ധ മൂലം, എന്തോ ഒരു തകരാറ് മൂലം, മനുഷ്യനിൽ സംഭവിക്കുന്ന പിഴവ് മൂലം ഉണ്ടാകുന്നതാണ്. വിധി എന്ന് നമ്മളവിടെ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു 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 മനസ്സമാധാനത്തിനുള്ള ഒരു വഴി എന്ന നിലക്ക് നമുക്കത് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അത് അള്ളാഹുവിന് അറിയാം. പക്ഷേ ആ അറിവിൽ നേരത്തെ ഞാൻ ക്ലാസ്സിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ആ അധ്യാപകൻ്റെ അറിവ് അദ്ദേഹത്തിൻ്റെ അറിവാണ്. പക്ഷേ അറിവിൻ്റെ കാരണത്താലല്ല ഈ കുട്ടി തോറ്റുപോയത്. ഈ കുട്ടി തോറ്റുപോയത് കുട്ടിയുടെ പ്രവർത്തനത്താലാണ് എന്നർത്ഥം. ഇത് മറ്റൊരു തരത്തിലും കൂടി പറയും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളോട് ഇത് വിധിയെ പറയുന്ന മറ്റൊരു തലമാണ്. അത് അഹ്ലുസുന്ന എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇതൊക്കെ പരീക്ഷണമാണ്. അങ്ങനെ പറയും, ഇതൊക്കെ പരീക്ഷണമാണ്. നമ്മൾ ജനിച്ചത് തന്നെ പരീക്ഷണത്തിനാണ്. അങ്ങനെയാണ്, നിങ്ങളെ പടച്ചോൻ പടച്ചത് തന്നെ പരീക്ഷണത്തിനാണ് എന്നാണ്. എന്താണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ? പരീക്ഷണം എന്ന് പറയുന്ന വസ്തുത ശരിയാണോ? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ പടച്ചോൻ പരീക്ഷിക്കാഞ്ഞിട്ട് എന്താണ്? പടച്ചോന് ഇങ്ങനെ നമ്മളെയൊക്കെ പരീക്ഷിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പരീക്ഷിച്ച് നമ്മളെ ഇങ്ങനെ ഇടങ്ങേറാക്കി കഷ്ടപ്പെടുത്തി എന്നിട്ട് മാർക്കിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നയാളാണോ പടച്ചോൻ? അള്ളാഹുവിന് പരീക്ഷിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അങ്ങനെ ആരെങ്കിലും പരീക്ഷിക്കുമോ? നമ്മുടെ ഉമ്മ നമ്മളെ പരീക്ഷിക്കുമോ? നമ്മളെ കഷ്ടപ്പെടുത്തി പരീക്ഷിക്കുമോ? തമാശക്കൊക്കെ ചിലപ്പോൾ ആവും. കഷ്ടപ്പെടുത്തി പരീക്ഷിക്കുമോ? അപ്പോൾ എന്താണ് ഈ പരീക്ഷണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരർത്ഥമില്ല. പടച്ചോൻ നമ്മളെ പരീക്ഷിക്കുന്നുമില്ല. പരീക്ഷിക്കുന്നവനല്ല പടച്ചോൻ. ആര് നമ്മളെ പരീക്ഷിക്കുമ്പോഴും ആ പരീക്ഷണത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നവൻ്റെ പേരാണ് റബ്ബ്. അല്ലാതെ നമ്മളെ പരീക്ഷിച്ച് സംതൃപ്തി അടഞ്ഞിരിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ല അള്ളാഹു. അങ്ങനെയാണ്, നമ്മളൊരു സാഡിസ്റ്റിൻ്റെ മുഖമാണ് പടച്ചോന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കഷ്ടപ്പാടുകൾ തന്നിട്ട് പരീക്ഷിക്കാൻ. അങ്ങനെയല്ല. നമ്മുടെ കഷ്ടപ്പാടുകളിൽ നമ്മളെക്കാൾ കൂടുതൽ നോക്കുന്നത് അള്ളാഹുവിനാണ്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ സങ്കടപ്പെടുന്നതും അള്ളാഹുവാണ്. കാരണം അത്രമേൽ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നമ്മളെ പടച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു നല്ല കാര്യമുണ്ട്. നമ്മളെ അത്രമേൽ ഇഷ്ടമായത് കൊണ്ടാണല്ലോ അള്ളാഹു നമ്മളെ പഠിച്ചത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. നിനക്കുണ്ടാകുന്ന എല്ലാ നന്മകളും എൻ്റെതാണ് കേട്ടോ, ഞാൻ തരുന്നതാണ്. നിനക്ക് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെൻ്റെതല്ല, നിൻ്റെതാണ്. ഫമിൻ നഫ്സിക്, അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നത്. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ്, നിനക്കുണ്ടാകുന്ന എല്ലാ നന്മകളും ഞാൻ തരുന്നതാണ്, എൻ്റെതാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ, നിനക്കുണ്ടാകുന്ന എല്ലാ ദൂഷ്യങ്ങളും ഫമിൻ നഫ്സിക്, അത് നിന്റെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു പിഴവ് കൊണ്ടാണ്, ശ്രദ്ധിച്ചോളണേ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ മറന്നു പോകുന്നത്. എന്നിട്ട് പറയും നല്ലതും ചീത്തയും ഒക്കെ പടച്ചോനിൽ നിന്നാണ്. ചീത്ത പടച്ചോനിൽ നിന്നുണ്ടാവില്ല, മോശമായത് റബ്ബിൽ നിന്നുണ്ടാവില്ല. അവൻ പോസിറ്റീവ് മാത്രമാണ്. അവൻ തന്ന ആരോഗ്യം നീങ്ങിപ്പോകുന്നതിൻ്റെ പേരാണ് രോഗം. അവൻ തന്ന സമ്പന്നത നീങ്ങിപ്പോകുന്നതിൻ്റെ പേരാണ് ദാരിദ്ര്യം. അവൻ തന്ന വെളിച്ചം നീങ്ങിപ്പോകുന്നതിൻ്റെ പേരാണ് ഇരുട്ട്. അല്ലാതെ അവൻ ഇരുട്ട് തരുന്നില്ല, അവൻ ദാരിദ്ര്യം തരുന്നില്ല, അവൻ രോഗം തരുന്നില്ല. അത് ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയിലുണ്ട്. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ സുഖപ്പെടുത്തുന്നവൻ അവനാണ്. രോഗമാകുന്നത് നമുക്ക്, നമ്മുടെ പ്രശ്നങ്ങളാലാണ് രോഗം ഉണ്ടാകുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ സ്വാർത്ഥത, ഈ സ്വാർത്ഥതയാണ് പ്രശ്നം. എൻ്റെ എന്ന ഒരു ചിന്ത നമ്മിലേക്ക് വരികയും അങ്ങനെ എൻ്റെ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, എൻ്റെ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ. അതല്ലേ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപാരികളെയൊക്കെ നിങ്ങൾ ഓർത്തു നോക്കിയേ. അവരെന്താ ചെയ്യുന്നത്? അവർക്കറിയാലോ ഇത് ലോകം മുഴുവനും നശിച്ചു പോകുന്ന, ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്ന മാരകമായ വിപത്താണ് തങ്ങൾ ഈ വിതരണം ചെയ്യുന്നത് എന്നറിയാത്തവരല്ലല്ലോ അവർ. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ലാഭം ഉണ്ടാകണം, പണം ഉണ്ടാകണം, അത് മുഖാന്തരം അധികാരമുണ്ടാകണം, ഈ ലോകത്തെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ലോകം മുഴുവനും നശിച്ചാലും കുഴപ്പമില്ല.
ഈയൊരു തലമാണല്ലോ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. തനിക്ക് എന്ന് വെറും ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ എനിക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്വാർത്ഥ സമൂഹമായി മനുഷ്യ സമൂഹം മാറുമ്പോൾ, വ്യക്തികൾ മാറുമ്പോൾ ഈ ലോകത്ത് ഉണ്ടാകുന്ന ദുരിതങ്ങളും ഒക്കെ സഹിക്കല്ലാതെ വേറെ നിർവാഹം ഉണ്ടാവില്ല. കാരണം ഇതൊന്നും പടച്ചവന്റെ തീരുമാനമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ പരീക്ഷണം എന്ന് പറയുന്നത് തെറ്റായ പ്രയോഗമാണ്. പടച്ചവൻ ആരെയും പരീക്ഷിക്കുന്നില്ല. പരീക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും പടച്ചവനില്ല. പടച്ചവൻ പരീക്ഷിക്കുകയുമില്ല. മറിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് തീർത്തു തരിക എന്നാണ് അള്ളാഹു ആലോചിക്കുന്നത്. പക്ഷേ തീർത്തു തരുന്നതിന് അള്ളാഹുവിന് പരിമിതികളുണ്ട്. ഈ പരിമിതികൾ എന്ന് പറയുന്നത് റബ്ബിൻ്റെ ദൈവത്തിൻ്റെ പരിമിതിയല്ല, നാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ കിഴക്കോട്ടുള്ള ബസ്സിൽ കയറി ഇരുന്നിട്ട് പടിഞ്ഞാറോട്ട് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. പടച്ചവൻ ഉദ്ദേശിച്ചാലും നമ്മൾ എത്തിക്കാൻ കഴിയില്ലല്ലോ, കാരണം നമ്മൾ കിഴക്കോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നാം അതിൻ്റെ ഈ പ്രപഞ്ചത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളിൽ നിന്ന് തെന്നിമാറി നീങ്ങിക്കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർത്തു തരാൻ പടച്ചവന് സാധ്യമല്ലാതെ വരും. ഇവിടെയാണ് ദൈവം തോറ്റുപോകുന്നതിനെക്കുറിച്ച് ഓഷോ പറയുന്നുണ്ട്. ദൈവം തോറ്റുപോകുന്ന ചില നിമിഷങ്ങളുണ്ടെന്ന് ഓഷോ പറയുന്നുണ്ട്. അതിലൊന്ന്, മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ദൈവം തോറ്റുപോകുന്നു എന്നാണ്. ദൈവത്തിൻ്റെ ഒരാശയം നമ്മളോട് പറയണമെങ്കിൽ ദൈവം മനുഷ്യൻ്റെ ഭാഷയിൽ പറയേണ്ടി വരും. മനുഷ്യൻ്റെ ഭാഷയിൽ പറയേണ്ടി വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ആശയത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഒരാശയം മനുഷ്യരിലേക്ക് മനുഷ്യൻ്റെ ഭാഷയിൽ എത്തിക്കുമ്പോൾ ദൈവം തോറ്റുപോകുന്നു എന്ന് ഓഷോ പറയുന്നുണ്ട്. രണ്ടാമത്, മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ ദൈവം തോറ്റുപോകുന്നു. എങ്ങനെയാണത്? മനുഷ്യൻ എതിർദിശയിൽ സഞ്ചരിക്കുകയും എന്നിട്ട് മറുദിശയിലേക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ദൈവം തോറ്റുപോകുന്ന ചില സന്ദർഭങ്ങൾ ആലങ്കാരികമായിട്ട്, അല്ലാതെ ദൈവം തോൽക്കുന്നു എന്നല്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളെ എന്നിട്ട് നാം പരീക്ഷണം എന്ന വാക്കിൽ ഒളിപ്പിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒളിപ്പിക്കുന്നിടത്ത് ഒരു എസ്കേപ്പിസം ഉണ്ട്. നമുക്ക് എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കും. എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് ഒളിച്ചോടാൻ സാധിക്കും. ഇത് നമ്മുടേതല്ല എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതൊക്കെ മൂപ്പരുടെ പരീക്ഷണമാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയും. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് നമുക്കുള്ളൊരു സുഖം എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും നാം മുക്തരായതായിട്ട് നമുക്ക് ഒരു വിഡ്ഢികളെപ്പോലെ വിചാരിച്ചിരിക്കാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പരീക്ഷണം എന്ന് പറയുന്നത് മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാങ്കേതിക ശബ്ദം മാത്രമാണ്, ഒരു ടെക്നിക്കൽ വേർഡാണ് പരീക്ഷണം. മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല. അപ്പോൾ പറയും, ലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പരീക്ഷിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. അല്ല, പരീക്ഷിക്കുമെന്നല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ പ്രവർത്തന ഫലമായി നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ചില അപ്രിയങ്ങളുണ്ടാകും, അപ്രിയാനുഭവങ്ങളുണ്ടാകും. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളങ്ങ് മരിച്ചുപോയി പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അപകടത്തിൽ നമുക്ക് വല്ല പരിക്കും പറ്റി. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിലമറന്ന് ക്ഷമ ഇല്ലാതെ പെരുമാറിപ്പോകരുത് എന്നാണ് ആയത്ത് പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തനത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ദുരിതത്തെ പടച്ചവൻ കാരുണ്യപൂർവ്വം കാണുന്നു. ഉദാഹരണത്തിന്, ഗ്ലാസ് കയ്യിലെടുത്തിട്ട് കുട്ടികൾ കളിക്കുന്നു. നമ്മൾ പറഞ്ഞത് ആ ഗ്ലാസ് കൊണ്ട് കളിക്കല്ലേ, അത് പൊട്ടും മുറിയും എന്ന് പറയും. നമ്മൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ആ കുട്ടി ഗ്ലാസ് കൊണ്ട് കളിക്കുന്നു, അവസാനം നമ്മൾ പറഞ്ഞതുപോലെ ഗ്ലാസ് വീണു പൊട്ടി കൈ കീറിപ്പോയി. അപ്പം നമ്മളെന്ത് പറയും? അങ്ങനെ വേണം എന്നാണോ പറയുക? അല്ലല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യും? അയ്യോ, വാരിയെടുത്ത് കൈ കഴുകി ഗ്ലാസ്സൊക്കെ നീക്കി കൊണ്ടുപോയിട്ട് സ്റ്റിച്ചിടും. എന്നിട്ട് നമ്മൾ അവനെ ശുശ്രൂഷിക്കും. അവൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതിനെ പോലും നമ്മൾ ശുശ്രൂഷിക്കും. ഇതുപോലെയാണ് പടച്ചവൻ. നമ്മുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു, നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും പടച്ചവൻ പറയുന്നു, ബശ്ശിരി സാബിരീൻ, പ്രയാസപ്പെടേണ്ട കുട്ടി, നീ അത് ക്ഷമിക്ക്, ഞാൻ അതിനും നിനക്ക് പുണ്യം തരാം, അതിനും ഞാൻ നിനക്ക് പുണ്യം തരാം എന്നാണ് പടച്ചവൻ പറയുന്നത്. അല്ലാതെ പടച്ചവൻ തരുന്നതല്ല. നമ്മുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ദുരിതങ്ങളിൽ പടച്ചവൻ നമ്മൾ ആശ്വസിപ്പിക്കുന്നു. വബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്.
അപ്പോൾ ഇതൊന്നും പടച്ചോനിലേക്ക് ചേർത്ത് വെച്ച് പടച്ചോന്റെ പരീക്ഷണം, പടച്ചോന്റെ വിധി, പടച്ചോന്റെ ഖദർ, പടച്ചോന്റെ ഖല ഇതൊന്നുമല്ല. പടച്ചോന്റെ ഖദറുണ്ട്, പടച്ചോന്റെ ഒരു ഖല ഉണ്ട്. അത് നമുക്ക് കൈകടത്താൻ കഴിയാത്ത ചില ഖലയാണ്. ഉദാഹരണം, എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, ഇതിലെനിക്ക് ഒരു തീരുമാനത്തിൻ്റെ ഒരു അധികാരമില്ല. അത് മൂപ്പര് തീരുമാനിച്ചു വെച്ചതാണ്. ഞാൻ ഏത് കാലത്ത് ജനിക്കണം, ഇതും എനിക്ക് തീരുമാനിക്കാൻ കഴിയാത്തതാണ്. ഇതിന് അസലിയായ ഖല എന്നാണ് പറയുക. ഇതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏത് കാലത്ത് ജനിക്കണം, ഞാൻ ഏത് ഭാഷയിൽ ജനിക്കണം, ഏത് പ്രദേശത്ത് ജനിക്കണം, ഞാൻ ആണാവണോ പെണ്ണാവണോ, ഇതൊക്കെ മൂപ്പരുടെ തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ എനിക്ക് അതേ സ്ഥാനത്ത് ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട, എൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. ഈ സ്വാതന്ത്ര്യത്തെ അള്ളാഹു എനിക്ക് വകവെച്ച് തന്നതാണ്. അവിടെ പരീക്ഷണമെന്നോ വിധിയെന്നോ പറഞ്ഞിട്ട് എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത. അപ്പോൾ മനുഷ്യ സമൂഹം എന്ന് പറയുന്ന ആ ഒരു സാകല്യത്തെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം.